പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ്. ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ്. അത് ഒരു നോട്ടത്തിലും വാക്കിലും എല്ലാം ആ ജാഗ്രത എല്ലാ വ്യക്തികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ്. ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു. അത് തെറ്റായിരുന്നു എന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കൂടി കാണുകയാണ്. അല്ല, സംഘടനാപരമായിട്ടാണ് ഞങ്ങളത് പറഞ്ഞത്. കാരണം ഈ ഒരു നിലപാട് RMPI ആക്കാണ് ഈ ഒരു നിലപാടെടുക്കാൻ സാധിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിരവധി സ്ത്രീകൾക്കെതിരായുള്ള പരാമർശങ്ങൾ പല കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വിജയരാഘവന്റെ അടുത്തുനിന്നായാലും MM മണിയെ പോലെയുള്ള ആളുകളുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നായാലും ഒക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഒരു എതിർത്ത് പറയലോ ഖേദം പ്രകടിപ്പിക്കലോ നാം കേട്ടിട്ടില്ല. ആ സമയത്തൊക്കെ അവരെ ന്യായീകരിക്കുന്ന ആളുകളെയാണ് നാം കണ്ടിട്ടുള്ളൂ. പക്ഷേ RMPI ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുക്കുകയാണ്. ഞങ്ങളതിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല, പൂർണ്ണമായിട്ട് അതിനെ തള്ളിക്കളയുന്നു എന്നുള്ള ഏറ്റവും മാതൃകാപരമായൊരു നിലപാടാണ് RMPI ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ആ പരാമർശം നടത്തിയ വ്യക്തിയും ഈ പരാമർശം തെറ്റായിപ്പോയി എന്നും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വ്യക്തി അത് തെറ്റാണെന്ന് പറയുകയും അത് തിരുത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതുതന്നെയാണ് സമൂഹത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം.